കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും റേഡിയോ പ്രിയോറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇറ്റ്സ് ഓൾവേസ് സീംസ് ഇമ്പോസിബിൾ അൺടിൽ ഇറ്റ്സ് ഡൺ. നെൽസൺ മണ്ടേലയുടെ പ്രസിദ്ധമായ വാക്കുകളാണ് ഇവ. നമ്മളിലുമുണ്ടാകും ചിലർ അവസരങ്ങൾ ലഭിക്കുമ്പോൾ അയ്യോ എനിക്കത് സാധിക്കില്ല, അല്ലെങ്കിൽ എനിക്കത് ചെയ്യാനുള്ള കഴിവില്ല എന്ന് പറഞ്ഞ് പിന്മാറുന്നവർ. അവസരം എല്ലായ്പ്പോഴും ലഭിക്കുന്ന ഒന്നല്ല എന്ന് നാം മനസ്സിലാക്കണം. അവസരങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ നാം നമ്മെ തന്നെയാണ് മിനുക്കുന്നതെന്നും നാം മനസ്സിലാക്കണം. അതുകൊണ്ട് അവസരങ്ങൾ വിനിയോഗിച്ച് നമുക്ക് മുന്നേറാമെന്ന് ആശംസിച്ചുകൊണ്ട് ഷേർലി ടീച്ചറുടെയും 9Bയിലെ കൂട്ടുകാരുടെയും കൂടെ ഞാൻ ജെനീഫ വിൻസെൻ്റ് സൈനിങ് ഇൻ. കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. പ്രസിദ്ധനായ നോവലിസ്റ്റും കഥാകൃത്തുമാണ് ബേപ്പൂർ സുൽത്താൻ എന്ന വൈക്കം മുഹമ്മദ് ബഷീർ. നോവലിസ്റ്റും കഥാകൃത്തും എന്നതിലുപരി ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുമാണ് ബഷീർ. ജൂലൈ 5 അദ്ദേഹത്തിൻ്റെ ചരമദിനം. നാം അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി ബഷീർ ദിനം എന്നാചരിക്കുന്നു. ബഷീറിൻ്റെ പ്രശസ്തമായ പൂവൻ പഴം എന്ന കൃതി നാടകരൂപത്തിലാക്കി അവതരിപ്പിക്കുന്നു 9Bയിലെ കൂട്ടുകാർ. ഞങ്ങൾ അവതരിപ്പിക്കുന്ന റേഡിയോ നാടകത്തിന്റെ പേര് പൂവൻ പഴം. അവതരണം ദാവീദ് പോൾ, ജമീല, ഫിലോമിന ആൻഡ് മേരി, അബ്ദുൾ ഖാദർ സാഹിബ്, ഉമേഷ് KM, സൂറയിത്ത ജെനീഫർ വിൻസെന്റ്, കച്ചവടക്കാരൻ 1 ഹൃദുൽ ദിലീപ്, കച്ചവടക്കാരൻ 2 സൂര്യകിരൺ P. സ്വന്തമായി ബീഡി ഫാക്ടറി ഒക്കെയുള്ള നാട്ടിലെ വലിയ പ്രമാണിയുടെ മകളായ ജമീല ബീവിയെയാണ് അബ്ദുൾ ഖാദർ സാഹിബ് വിവാഹം ചെയ്തിരിക്കുന്നത്. ഇരുവരുടെയും വിവാഹശേഷം ഒരു ദിവസം ജമീലയുടെ ഭർത്താവ് അബ്ദുൾ ഖാദർ സാഹിബ് വീട്ടിൽ നിന്ന് പുറപ്പെടുന്നു. ജമീല തന്റെ ഭർത്താവിനെ പുറകിൽ നിന്നും വിളിക്കുന്നു. ദേ ഒന്ന് നിൽക്കൂന്നേ. എന്താ? ഈ ബനിയനല്ലാതെ നല്ല ടീഷർട്ട് ഇട്ടിട്ട് പോയിക്കൂടെ? അതെങ്ങനെയാ? ഞാൻ പറഞ്ഞാൽ കേൾക്കില്ലാലോ. എന്റെ ജമീ, നീ പറഞ്ഞിട്ട് ഞാൻ എന്താ കേൾക്കാതായിട്ടുള്ളേ? ഇപ്പൊ ഷർട്ട് ഇടണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ ഇട്ടോളാട്ടോ. ഷർട്ട് ഇട്ടതിനു ശേഷം അദ്ദേഹം വീണ്ടും പോകാൻ ഒരുങ്ങി. പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു. എന്താ എന്റെ ജമീല? വേലക്കാരിയെ കുറിച്ചാണെങ്കിൽ അത് നോക്കുന്നുണ്ട്, എല്ലാം ശരിയാക്കാം. ഇതെന്നും പറയുന്നതാ. ഞാൻ BA പാസ്സായത് അടുക്കളക്കാരി ആവാനാണല്ലോ. ഓ, എന്റെ ഒരു വിധി. എന്റെ ജമീ, അടുക്കളയിൽ അരിവെപ്പുകാരി ആവണ്ട. ഇന്നൊരു ദിവസം കൂടി അടുക്കളയിൽ കയറിയാ മതി. നാളെ മുതൽ ഞാൻ... ചുമ്മാ വല്ലതും പറയല്ലേ. അത് പോട്ടെ, നീ ഇപ്പൊ എന്തിനാ വിളിച്ചേ? പൂവൻ പഴം. പൂവൻ പഴോ? അതോ, നിങ്ങള് തിരികെ വരുമ്പോ എനിക്ക് 2 പൂവൻ പഴം കൊണ്ടുവരോ? പൂവൻ പഴമല്ലേ എന്റെ ജിമിക്ക് വേണ്ടത്? ഞാനൊരു കുല പൂവൻ പഴം കൊണ്ടുവരാം. എന്റെ അള്ളോ, അത്രക്കൊന്നും വേണ്ട, 2 എണ്ണം മതി. പുഴവക്കത്തുള്ള പീടികയിലുണ്ട്. ഇനി അവിടെ ഇല്ലെങ്കിൽ കടത്തുവഞ്ചി കയറി അക്കരെ ചെന്ന് അവിടുത്തെ ബസാറിന്ന് എവിടുന്നേലും വാങ്ങാം. ശരി, പോയി വരട്ടെ. പിന്നെ ഒറ്റക്കിരിക്കാൻ എനിക്ക് പേടിയാണ്. സന്ധ്യയാവാൻ കാക്കരുതേ. ഞാൻ പറഞ്ഞത് മറക്കരുത് ട്ടോ. ഈ സമയത്ത് അയൽവക്കത്തെ സൂറയിത്തയും ഇത്തയുടെ മകൾ ഷാഹിനയും നമ്മുടെ ജമീല ബീവിയുടെ ഉമ്മറത്തേക്ക് എത്തി നോക്കി. എന്നിട്ട് ചോദിച്ചു, ജമീല, നിന്റെ കെട്ടിയോൻ ഈ മഴ സമയത്ത് ഇത് എങ്ങോട്ട് പോയതാ? ഇക്ക കടവില് വെള്ളം കയറിയത് ഒന്ന് ചുമ്മാ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു പോയതാ. ജമീലത്ത, അവിടെ തനിച്ചിരിക്കാൻ ഇത്തയ്ക്ക് പേടിയാവില്ലേ? അതൊന്നുമില്ല, ഇക്ക സന്ധ്യക്ക് മുമ്പ് ഇങ്ങോട്ട് എത്തൂന്ന് പറഞ്ഞിട്ടുണ്ട്.
അബ്ദുൾ ഖാദർ കടവില് വഞ്ചി കയറി അക്കരെ എത്തി. പഴയ കൂട്ടുകാരെ കണ്ടിട്ട് കുശലം പറഞ്ഞതിനു ശേഷം വീട്ടിലേക്ക് മടങ്ങവേ അബ്ദുൾ ഖാദറിന് ഓർമ്മ വന്നു തന്റെ ജമീല പറഞ്ഞ പൂവൻപഴത്തിന്റെ കാര്യം. ഉടൻ അടുത്തുള്ള ബസാറിലേക്ക് തിരിച്ചു. അവിടെ ഒരു കടയിൽ കയറി ചോദിച്ചു, ഇവിടെ പൂവമ്പഴമുണ്ടോ? ഇവിടെ നേന്ത്രപ്പഴവും കണ്ണമ്പഴവും ഉണ്ട്, പക്ഷേ പൂവമ്പഴം മാത്രമില്ല. ചിലപ്പോൾ അപ്പുറത്തെ കടയിലുണ്ടാകും, അവിടെ ഒന്ന് അന്വേഷിച്ച് നോക്കൂ. പൂവമ്പഴമുണ്ടോ? പൂവമ്പഴം ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോ വിറ്റ് തീർന്നതേ ഉള്ളൂ. നാളെ ഒരു ലോഡ് ഇറക്കുന്നുണ്ട്, നീ പോയി നാളെ വാ. എനിക്ക് ഇപ്പോഴത്തെ ആവശ്യമായിരുന്നു, ഇനിയിപ്പോ എന്താ ചെയ്യാ? ആ രാഘവൻ അതാ കടയിൽ നിൽക്കുന്നു, ഞാനൊന്നവിടെ പോയി നോക്കട്ടെ. പൂവൻപഴം കിട്ടാത്തതിനാൽ ഒരു ഡസൻ ഓറഞ്ചുകളുമായി സാഹിബ് നടന്നു. പുറത്തു നല്ല മഴയുണ്ട്, നേരം വളരെ ഇരുട്ടിയിരിക്കുന്നു. അതാ കടവ് വഞ്ചിക്കാരൻ പോകുന്നു, ഒന്ന് വിളിച്ചു നോക്കാം. ഏയ്, ഊയ്! ആള് കയറാനുണ്ടേ. കടവിൽ ദൂരെയുള്ള വഞ്ചിക്കാരനെ സാഹിബ് ഒരുപാട് വിളിക്കുന്നു. മഴ കാരണം വഞ്ചിക്കാരൻ കേൾക്കുന്നില്ല, വിളി തുടർന്നു. ഏയ്, ഊയ്! ആള് കയറാനുണ്ടേ. വഞ്ചി കിട്ടാത്തത് കാരണം ഖാദർ കടവ് നീന്തി കടക്കാൻ തീരുമാനിച്ചു. എങ്ങനെയോ നീന്തി കഷ്ടപ്പെട്ട് അക്കരെ എത്തി. നമ്മുടെ അബ്ദുൾ ഖാദർ സാഹിബ് ആകെ നനഞ്ഞു കുളിച്ചു. എങ്കിലും ഓറഞ്ച് കൈവിട്ടിട്ടില്ല, മുറുക്കെ പിടിച്ചിട്ടുണ്ട്. സാഹിബ് എങ്ങനെയോ തപ്പിത്തടഞ്ഞ് വീട്ടിലെത്തി. കഥകൾ തട്ടി. പ്രതികരണമൊന്നും കേൾക്കാതായപ്പോൾ ജനലിലൂടെ നോക്കി. അപ്പോൾ അതിമനോഹരമായ ഒരു കാഴ്ച. ചെറുപുഞ്ചിരിയോടെ സാഹിബ് അത് നോക്കി. മേശപ്പുറത്ത് ഒരു വിളക്കിരിക്കുന്നു. അതിനടുത്ത് ചോറും കറിയും തയ്യാറാക്കി വെച്ചിരിക്കുന്നു. അപ്പുറത്ത് ഭർത്താവിനെ കാത്തിരിക്കുന്ന ഭാര്യ മേശപ്പുറത്ത് തലവച്ചു മയങ്ങുന്നു. കയ്യിൽ ഭയങ്കരമായ ഒരു വെട്ടുകത്തിയുമുണ്ട്. സാഹിബ് മുൻവശത്തു പോയി വാതിലിൽ തട്ടി ജമീലയെ ഉണർത്താൻ ശ്രമിച്ചു. വാതിൽ തട്ടിയതും അത് ശരിക്കടക്കാത്തതിനാൽ തനിയെ തുറന്നു. അബ്ദുൾ ഖാദർ സാഹിബ് വീടിനകത്ത് കയറി ഡ്രസ്സൊക്കെ മാറി വൃത്തിയായി ജമീലയെ ഉണർത്താൻ ശ്രമിക്കുന്നു. ജമീല, നീ വാതിലൊക്കെ തുറന്നിട്ടാണോ കിടക്കണേ? അതോ, ഞാൻ ഈ വാതില് നല്ലോണം അടച്ചിരുന്നതാണല്ലോ. ചുമ്മാ വല്ലതും പറയാതെ സത്യം പറ, നിങ്ങൾ എങ്ങനെ ഇതിനകത്ത് കേറിയേ? അതൊന്നും വലിയ കാര്യമാക്കാതെ ഖാദർ എടുത്തു. ജമീല, നീ ഇവിടെ ഇരിക്ക്, നമുക്ക് കഴിക്കാം. ഞാൻ പൂവൻപഴമല്ലേ പറഞ്ഞത്, ഇതെന്താ ഓറഞ്ചുകൾ കൊണ്ടുവന്നേ? എനിക്കൊന്നും വേണ്ട. ഞാൻ പല കടകളിലും തിരക്കി, പൂവമ്പഴം കിട്ടിയില്ല. അപ്പോഴാ മധുരമുള്ള ഓറഞ്ച് വാങ്ങിയത്. വളരെ കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് എത്തിയത്. കടവിൽ വഞ്ചിയില്ലാത്തത് കൊണ്ട് നീന്തി കടന്ന ഇവിടെ എത്തിയത്. അതറിയോ ജമീല? എനിക്കൊന്നും വേണ്ട, തന്നെത്താൻ അങ്ങ് കഴിച്ചാ മതി. എനിക്ക് നല്ല ഉറക്കം വരുന്നു, ഞാൻ പോയി ഉറങ്ങട്ടെ. ജമീല, ഇവിടെ വരൂ. എനിക്ക് മനസ്സില്ല. ഞാൻ ഈ ഓറഞ്ച് കഷ്ടപ്പെട്ടാ കൊണ്ടുവന്നതെങ്കിൽ നീ ഇത് കഴിച്ചേ തീരൂ. കഴിക്കടി നമുക്ക്. കയ്യിലൊരു വടി പിടിച്ച് ചെറിയൊരു തല്ലുകൊടുത്ത് ദേഷ്യത്തോടെ പറഞ്ഞു. ജമീല ആകെ പേടിച്ച് 2 ചുള അകത്താക്കി. സാവധാനം മതി, കുരു കളഞ്ഞിട്ട് കഴിക്ക്. ഇനിയും കഴിക്ക്, ഇത്രയൊന്നും പോരാ, ഇത് മുഴുവൻ നീ തന്നെ കഴിക്കണം. വളരെ പേടിയോടുകൂടി ജമീല ഓരോ ഓറഞ്ചും കഴിച്ചു. ഇനി പറ, ഞാൻ ആരാ? അത് അബ്ദുൾ ഖാദർ സാഹിബ്. നിന്റെ ആരാ? നിന്റെ കെട്ടിയോൻ. നീ ഇപ്പൊ എന്താ കഴിച്ചേ? ഓറഞ്ച്. അല്ല, പൂവമ്പഴം. പറ, പൂവമ്പഴം. പൂവമ്പഴം. നിനക്ക് ജോലിക്കാരിയെ വേണോ? വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാൻ പണിയൊക്കെ. മോട്ടോർ വണ്ടിക്കാർ, റിക്ഷ വണ്ടിക്കാർ, ചുമട്ടുതൊഴിലാളികൾ, രാഷ്ട്രീയ പ്രവർത്തകർ, പീഡികത്തുറപ്പുകാർ, ഇവരോടൊക്കെ നിനക്ക് സമസ്ഥിതിയിൽ വർത്തിക്കാൻ കഴിയുമോ? വർത്തിക്കാമെന്ന് പറ. ആ, വർത്തിക്കാം, വർത്തിക്കാം. നിനക്ക് ലേഡി ആവണം. നീ എന്റെ പെണ്ണല്ലേ? അതെ. ചൂടൊക്കെ ഒന്ന് തണുപ്പിച്ചുകൊണ്ട് അബ്ദുൾ ഖാദർ ചോദിച്ചു. മുഖത്തൊരു ചെറിയ പുഞ്ചിരിയുമായി. നീ ഇപ്പൊ എന്താ കഴിക്കണേ? പൂവമ്പഴം. വടിയും മറ്റും താഴെയിട്ട് ജമീലയെ കെട്ടിപ്പിടിച്ചുകൊണ്ട്. എന്റെ ജമീല, അനക്ക് ഒരുപാട് വേദനിച്ചു. നമുക്ക് എല്ലാവർക്കും പാട്ടുകൾ കേൾക്കാനും പാടാനും ഇഷ്ടമാണ്. മലയാളത്തിൽ ഇറങ്ങിയ ദിവസം തന്നെ ഹിറ്റായ സിനിമയാണ് മഞ്ഞമ്മൽ ബോയ്സ്. സൗഹൃദത്തെക്കുറിച്ച് പറയുന്ന ഈ സിനിമയിലെ നല്ലൊരു ഗാനവുമായി എത്തുന്നു 9Bയിലെ പാട്ടുകാരൻ ദാവിദ് പോൾ. കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കടിതമേ, പൊന്മണി ഉൻ വീട്ടിൻ സൗഖ്യമാനാ എങ്ക സൗഖ്യമേ,
உன்னை என்னை பார்க்கையில் கவிதை கொட்டுது, அது எழுத நினைக்கையில் வார்த்தை முட்டுது. ஓஹோ கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே. பொன்மணி உன் வீட்டின் சௌக்கியமா, நான் இங்கே சௌக்கியமே. உண்டான காயம் என்ன, தன்னானே நாங்க கோடு மாயம் என்ன. பொன்மானே பொன்மானே என்னில் காதமான போதும், என் மேனி தாங்கிக் கொள்ள உந்த மேனி தங்காத செந்தேனே. என்னில் காதல் என்னவென்று சொல்லாமல் ஏங்க ஏங்க அழகி வந்தது. என்னன் சோகம் உன்னை பார்க்கும் என்றென்று போதவங்க அழகி வந்தது. இது மனிதர் எதிர்த்து கொள்ளை, இது மனிதன் காதல் அல்லே, அதையும் தாண்டி புனிதமானது. அபிராமியே தாலாட்டும் சாமியே, நான் உனக்கு தெரியுமா, உனக்கு தெரியுமா. கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே. பொன்மணி உன் வீட்டின் சௌக்கியமா, நான் இங்கே சௌக்கியமே. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. സ്ത്രീ വിദ്യാഭ്യാസത്തിനായി പ്രവർത്തിച്ച പാകിസ്ഥാൻ ഫെമിനിസ്റ്റും ഏറ്റവും പ്രായം കുറഞ്ഞ നോബൽ സമ്മാന ജേതാവുമാണ് മലാല യൂസഫ്സായി. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും മാതൃകയായ മലാലയെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നു ഗൗരി ശങ്കർ. ജൂലൈ 12 മലാല ദിനം. അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നവരുടെ ദിനം. ഒന്നിനു മുന്നിലും തളരാത്തവരുടെ ദിനം. അലറി വന്ന താലിബാൻ തീവ്രവാദികളെയും ശരീരത്തിൽ തുളച്ചിറങ്ങിയ വെടിയുണ്ടകളെയും ലോകത്തിൽ നിന്ന് എന്നേക്കുമായി തന്നെ മായ്ച്ചു കളയാൻ ശ്രമിച്ച മരണത്തെയും അതിജീവിച്ച് സ്ത്രീ ശക്തിയുടെ പര്യായമായി മാറിയ മലാല യൂസഫ്സായിയുടെ ജന്മദിനം. പാകിസ്ഥാൻ താലിബാന്റെ ശക്തി കേന്ദ്രമായ വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യയിലെ സ്വാറ്റ് ജില്ലയിലെ മിങ്കോറയാണ് മലാലയുടെ ജന്മദേശം. യുവജന വനിതാവകാശ പ്രവർത്തകനും സ്കൂൾ ഉടമയും കവിയുമായ സിയാവുദ്ദീൻ യൂസഫാണ് പിതാവ്. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്ന പാക് താലിബാൻ നിലപാടിനെതിരെ പോരാടിയ വിപ്ലവ നായിക, മരണത്തോട് മല്ലടിച്ച് രണ്ടാം ജന്മത്തിലേക്ക് പ്രവേശിച്ച ധീരനായിക. അങ്ങനെ വിശേഷണങ്ങൾ ഏറെയുണ്ട് മലാലയ്ക്ക്. പെൺകുട്ടികൾ സ്കൂൾ വിദ്യാഭ്യാസം നേടുന്നതിന് എതിരെയുള്ള താലിബാന്റെ നിരോധനത്തിനോടുള്ള പ്രതിഷേധത്തിന്റെയും അതുമായി ബന്ധപ്പെട്ട സാമൂഹിക സക്രിയതയുടെയും പേരിലാണ് മലാല അറിയപ്പെടുന്നത്. 2013 ഐക്യരാഷ്ട്ര സംഘടന ജൂലൈ 12 മലാല ദിനമായി പ്രഖ്യാപിച്ചത്. ലോകത്തെ മാറ്റിമറിക്കാൻ മലാല കണ്ടെത്തിയ സൂത്രവാക്യം വിദ്യാഭ്യാസത്തിന്റെ മഹത്വം വിളിച്ചോതുന്ന ഒന്നാണ്. ഒരു കുട്ടി, ഒരു അധ്യാപകൻ, ഒരു പേന, ഒരു പുസ്തകം. 2015 ലോകത്തെ എല്ലാ പെൺകുട്ടികളെയും വിദ്യാലയത്തിലേക്ക് എത്തിക്കാനുള്ള ഐക്യരാഷ്ട്ര പ്രചരണ പരിപാടിയുടെ മുദ്രാവാക്യം ഇതാണ്. ഞാനും മലാല. നന്ദി. ഇനിയൊരു സംഘഗാനം കേട്ടാലോ? ഒരു ബ്യൂട്ടിഫുൾ മെലഡിയുമായി എത്തുന്നു 9Bയിലെ ഗായകർ. കണ്ണോട് കണ്ണായിടാ, മെയ്യോട് മെയ്യായിടാ, കാതോരം പാടിയോ, അനുരാഗം തേടിയോ, മാനത്തെ പൂന്തോപ്പിൽ താരങ്ങൾ പാടുമ്പോൾ അന്നു നാം കണ്ടതല്ലേ. കണ്ണോട് കണ്ണായി
2013 ജൂലൈ 12 മലാല തൻ്റെ ശക്തമായ പ്രസംഗം യുണൈറ്റഡ് നേഷനിൽ വെച്ച് നമുക്ക് സമ്മാനിച്ച ദിനം. ഇന്നും നാം ഓരോരുത്തർക്കും ആ ദിനം ഒരു ഊർജമാണ്. ആ പ്രസംഗത്തിലെ പ്രസിദ്ധ ഭാഗങ്ങൾ അവതരിപ്പിക്കുന്നു പൂർണിമ. Dear brothers and sisters, we want schools and education for every child's bright future. We will continue our journey to our destination of peace and education for everyone. No one can stop us. We will speak for our rights and we will bring change through our voice. We must believe in the power and the strength of our words. Our words can change the world because we are all together united for the cause of education. And if we want to achieve our goal, then let us empower ourselves with the weapon of knowledge and let us shield ourselves with the unity and togetherness. We must not forget that millions of people are suffering from poverty, injustice, and ignorance. We must not forget that millions of children are out of schools. We must not forget that our sisters and brothers are waiting for a bright, peaceful future. So, let us wage a global struggle against illiteracy, poverty, and terrorism, and let us pick up our books and pens. They are our most powerful weapons. One child, one teacher, one pen, and one book can change the world. Education is the only solution. Education first. മലയാളത്തെ കൂടുതൽ മനോഹരമാക്കുന്ന ഒന്നാണ് നാടൻ പാട്ടുകൾ. നമ്മുടെ നാടൻ ഭാഷയും ആ നാടൻ ഉച്ചാരണവും അത് നാടൻ പാട്ടുകളെ മറ്റുള്ള പാട്ടുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു. അതുപോലൊരു നാടൻ പാട്ടുമായി എത്തുന്നു ഹൃദുൽ. എള്ളോളം തരി പൊന്നന്തിന തെനി തഞ്ചാവൂര് പട്ടന്തിന തങ്കം തെളിയണ പട്ടു ഇളങ്ങണ ചന്തം നിനക്കാടി കണ്ടു കൊതിച്ചവർ ചെണ്ടും കണ്ടെന്നും പണ്ട് പണ്ട് കറക്കാടി പണ്ട് പോലെ പറക്കാടി കല്ലുമാലക്കാതിൽ കമ്മലതില്ലേലും ആരാരും കണ്ണ് വെച്ച് പോകും കഞ്ഞിക്കതിരാണേ കള്ളിമുള്ളു പോലെ മുള്ളുകളില്ലേലും മാളൊരു കള്ളി അവളോട് നുള്ളൊരു മുള്ളാണേ എള്ളോളം തരി പൊന്നെന്തിന തരി തഞ്ചാവൂര് പട്ടന്തിന തങ്കം തിളങ്ങണ പട്ടു തിളങ്ങണ ചന്തം നിനക്കാടിയേ കണ്ടു കൊതിച്ചവർ ചെണ്ടും കൊണ്ടെന്നും പണ്ട് പണ്ട് കറക്കാടിയേ പണ്ട് പോലെ പറക്കാടി. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. സെയിന്റ് ഫിലോമിനാസിലെ പോയ വാരത്തിലെ വാർത്തകളും വിശേഷങ്ങളുമായി എത്തുന്നു ആൽവിൻ റിജോ. നമസ്കാരം. ഈ ആഴ്ചയിലെ സെന്റ് ഫിലോമിനാസ് വാർത്തകൾ. സെന്റ് ഫിലോമിനാസ് ഹൈസ്കൂളിൽ ജൂലൈ 1-ാം തീയതി ഡോക്ടേഴ്സ് ഡേ ആചരിച്ചു. SPC JRC സ്കൗട്ട് ആൻഡ് ഗൈഡ് കുട്ടികൾ തൊട്ടടുത്തുള്ള ഗവൺമെന്റ് ഹെൽത്ത് സെന്റർ സന്ദർശിച്ചു. അവിടുത്തെ ഡോക്ടേഴ്സിനെ ആദരിച്ചു. കോട്ടുവള്ളി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ബിജു പഴമ്പള്ളി സന്നിഹിതനായിരുന്നു. HCL ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ തീരദേശ ജില്ലകളിൽ നിന്നുള്ള സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ബാംഗ്ലൂർ തുംകൂരിൽ വെച്ച് നടത്തുന്ന 7th എഡിഷൻ സൗത്ത് സോൺ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെ കേരള ടീം തമിഴ്നാടിനെ 6-0 തോൽപ്പിച്ച് ചാമ്പ്യന്മാരായി. HCL ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ തീരദേശ ജില്ലകളിൽ നിന്നുള്ള സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ബാംഗ്ലൂർ തുംകൂരിൽ വെച്ച് നടത്തുന്ന 7th എഡിഷൻ സൗത്ത് സോൺ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ പെൺകുട്ടികളുടെ കേരള ടീം തമിഴ്നാടിനെ 1-0 തോൽപ്പിച്ച് ചാമ്പ്യന്മാരായി. സെന്റ് ഫിലോമിനാസ് SPC ജൂനിയർ കാഡറ്റ് ക്ലാസ് ആരംഭിക്കുകയും ജൂലൈ 3-ാം തീയതി വരാപ്പുഴ പോലീസ് ഓഫീസർ ജോബി സാറിന്റെ നേതൃത്വത്തിൽ മാതാപിതാക്കൾക്ക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുകയും ചെയ്തു. 8-ാം ക്ലാസ്സിലെ പുതിയ ബാച്ച് JRC കുട്ടികൾക്കായി JRC പ്രിലിമിനറി എക്സാം നടത്തപ്പെട്ടു. ഓണത്തോടനുബന്ധിച്ചുള്ള മുന്നൊരുക്കമായി സ്കൂളിൽ ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നന്ദി, നമസ്കാരം.
ഞങ്ങൾ 9Bയിലെ കൂട്ടുകാരുടെ പരിപാടികളോട് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണും വരെ നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ജെനിഫർ വിൻസൻ വിത്ത് 9B സൈനിങ് ഔട്ട്. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ.